എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മളുള്ളത് പെരിഞ്ഞനം എന്ന് പറയുന്ന സ്ഥലത്താണ്. MD റോട്ട്വെയിലേഴ്സ് എന്ന് പറയുന്ന കെന്നലിലാണുള്ളത്. മിസ്റ്റർ ദീപക് ആൻഡ് മനോജാണ് ഇതിന്റെ നടത്തിപ്പുകാർ. ഇവിടെ ഡോഗ്സിന്റെ വേസ്റ്റിൽ നിന്ന് ഗ്യാസ് എടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് ചെയ്യുന്നത്. ഇവിടെ ഫുള്ളി എക്സ്ക്ലൂസീവ്ലി ഫോർ റോട്ട്വെയിലേഴ്സ് ആണ്. അത് റോട്ട്വെയിലർ ബ്രീഡ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭയങ്കര പ്രത്യേകതകളുള്ള കെന്നലാണ്. റോട്ട്വെയിലർ ഡോഗ്സിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബയോമെക് 40L ആണ്. 15 കിലോസ് നമുക്ക് ഡെയിലി ഇടാവുന്ന മോഡലാണ്. ഏകദേശം ഒരു 4 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് കിട്ടും. ഇവർക്ക് സഫീഷ്യൻ്റ് ആണ്, കാരണം ഡോഗ്സിനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പ്ലാന്റ് വെക്കുന്നത്. ഇവിടെ ലെവലിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇന്റർലോക്കിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലെവലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ പ്ലാന്റ് ഇറക്റ്റ് ചെയ്തു. കൗഡങ് ഫീഡിംഗ് ആണ്. നമുക്ക് ചെറിയൊരു മഴ പ്രശ്നം വന്നിരുന്നു, ഷൂട്ടിനൊക്കെ അത് ബാധിച്ചു. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പോൾ നമ്മൾ കൗഡങ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് വെള്ളം കുറവ് മതി, കാരണം ഡയറക്റ്റ് റെയിൻ വാട്ടറാണ് അതിനകത്തേക്ക് വീഴുന്നത്. ഇന്റർലോക്കാണ് ലേ ചെയ്തെങ്കിൽ പോലും നമ്മൾ വാട്ടർ ലെവലൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ കുറേ നാളായിട്ട് ഇന്റർലോക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടാങ്കിനത് ബാധിക്കും. ഇൻലെറ്റിന്റെ ഭാഗം വളരെയധികം ചെരിഞ്ഞു കഴിഞ്ഞാൽ സ്ലറി പുറത്തേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇത് കിച്ചണോട് ചേർന്ന് തന്നെയാണ് അവർ ഇത് വെക്കുന്നത്, ഇറക്റ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേസ്റ്റ് ഇടാനുള്ള സൗകര്യം. ഈ ഗ്യാസ് ലൈൻ വളരെയധികം നീട്ടത്തിലൊന്നല്ല, ഒരു കഷ്ടി ഒരു 1.5 മീറ്റർ ലെങ്ത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോറിൻ ബ്രീഡ്സ്, അതായത് ഇവരെ മെയിൻ ഇമ്പോർട്ട് വരുന്നത് സൈബീരിയയിൽ നിന്നാണ് എല്ലാ ഡോഗ്സിനും ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ബ്രീഡിങ്ങും അതേപോലെ തന്നെ ഡോഗ്സിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ട്രെയിനർ മിസ്റ്റർ മനോജാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരിത് കെന്നൽ നടത്തിക്കൊണ്ട് പോകുന്നത്. പല കെന്നൽസും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടേക്കെല്ലാം മിക്സ്ഡ് ബ്രീഡ്സ് ആണ് കൊടുക്കുന്നത്. ഇവിടെ എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ റോട്ട്വെയിലേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, അതിൽ കൗഡങ് ഫീഡിങ് കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ വാട്ടർ എല്ലാം മിക്സ് ചെയ്തു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രമ്മ് മുകളിലേക്ക് ഇടുന്നതാണ്. വളരെയധികം ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തത്, കാരണം മഴയായതുകൊണ്ട് മിക്സിംഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ നടന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡോഗ്സിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ഡോഗ് ഫാംസിലോ അല്ലെങ്കിൽ ഫിഷ് ഫാംസിലോ പ്ലാന്റ് ഇറക്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ബോത്ത് ഡൊമസ്റ്റിക് ആയാലും, അതായത് പോർട്ടബിൾ ആയാലും ഫിക്സ്ഡ് ആയാലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ, ടേക്ക് കെയർ. I ain't tired, you first. I'll write a second, third verse about the lies you go disperse.